അങ്ങനെ ആപ്പിളിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആയിട്ടുള്ള iOS 26.5 അപ്ഡേറ്റ് റിലീസ് ചെയ്തേക്കുവാണ്. ഈ ഒരു അപ്ഡേറ്റ് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് 26ന്റെ അവസാന അപ്ഡേറ്റുകളിൽ ഒന്നാണ്. 2 ഇതൊരു മേജറാണ്. 3 അടുത്ത മാസം ജൂണിൽ ആപ്പിളിൻ്റെ പുതിയ OS ആയിട്ടുള്ള iOS 27 ഇത് ലോഞ്ച് ചെയ്യാൻ പോകുന്നതിൻ്റെ മുന്നോടിയായിട്ട് ഈ ഒരു അപ്ഡേറ്റിൽ നമ്മൾ കാര്യമായിട്ടുള്ള പുതിയ ഫീച്ചേഴ്സ് ഒന്നും തന്നെ പ്രതീക്ഷിക്കേണ്ട എന്നുള്ളത് ഒരു വാസ്തവമായിരിക്കെ ഇതിൽ വളരെ ചുരുക്കം ചില ഫീച്ചേഴ്സാണ് ആപ്പിൾ പുതുതായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. അതിലൊന്നാണ് ഈ പ്രൈഡ് ലൂമിനൻസ് എന്ന് പറയുന്ന വാൾപേപ്പർ. നോർമലി നമ്മൾ കാണാറുള്ള പ്രൈഡ് വാൾപേപ്പേഴ്സിന് പകരം കാര്യമായിട്ടുള്ള കസ്റ്റമൈസേഷൻ ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. സോ ഇത് സൂചിപ്പിക്കുന്നത് മേ ബി iOS 27 നമുക്ക് കാര്യമായിട്ടുള്ള ഒരു എയുടെ ഇൻ്റഗ്രേഷൻ വരുന്ന വാൾപേപ്പർ ഫീച്ചേഴ്സും കസ്റ്റമൈസേഷനിൽ ഇങ്ങനെയും മാറ്റങ്ങൾ കൊണ്ടുവരാം എന്നുള്ളതാകാം. 2 ആപ്പ് സ്റ്റോറിൽ കൊണ്ടുവന്ന വളരെ പ്രധാനപ്പെട്ട ഇൻ ആപ്പ് സബ്സ്ക്രിപ്ഷൻ മോഡലാണ്. അതായത് നമ്മളൊരു പെയ്ഡ് ആപ്ലിക്കേഷൻ 1 ഇയറിലേക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ 1 ഇയർ പേയ്മെൻറ്റ് ഒറ്റയടിക്ക് നമ്മൾ പേ ചെയ്യുന്നതിന് പകരം മന്ത്ലി ബേസിസിൽ ആപ്പിളിൻ്റെ ഈ ഒരു ഫീച്ചർ ഉപയോഗിച്ച് പേ ചെയ്യാൻ സാധിക്കും. ഈ അപ്ഡേറ്റിൽ വന്നിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സിനെയും പറ്റിയും ഇതിൻ്റെ പെർഫോമൻസ്, ബാറ്ററിനെ പറ്റിയുള്ള ഓവറോൾ റിവ്യൂ, ഡീറ്റെയിൽഡ് റിവ്യൂ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. താഴെ കമൻസിലും അല്ലെങ്കിൽ ഇവിടെയും ഞാൻ ആ വീഡിയോ ടാഗ് ചെയ്തേക്കാം. സോ ടു ചെക്ക് ഇറ്റ് ഔട്ട്. 3 ഇത് നേരത്തെ കൊണ്ടുവന്ന ഒരു ഫീച്ചറാണ്, പക്ഷേ നമ്മൾ പറയാൻ വിട്ടുപോയതാണ്. സോ ആംബിയൻസ് മ്യൂസിക്കിന് ഒരു ഡെഡിക്കേറ്റഡ് വിജിറ്റ് ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിൻ്റെ പ്രത്യേകത ആപ്പിൾ മ്യൂസിക്കിൻ്റെ സബ്സ്ക്രിപ്ഷൻ നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് ആംബിയൻസ് മ്യൂസിക് എന്ന് പറഞ്ഞ ഈ ഒരു ഫീച്ചർ യൂസ് ചെയ്യാൻ സാധിക്കും. സോ നിങ്ങൾ വർക്ക് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഉറങ്ങാൻ പോകുമ്പോഴോ നിങ്ങൾക്ക് നിരവധി ഇൻസ്ട്രുമെൻ്റൽ മ്യൂസിക്കും അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ജോൺറാസിലുള്ള ഇൻസ്ട്രുമെൻ്റൽ മ്യൂസിക് അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നമുക്ക് ഇത് ഉപയോഗിച്ച് ഫ്രീ ആയിട്ട് ആക്സസ് ചെയ്യാൻ സാധിക്കും. 4 ആൻഡ്രോയിഡ് ടു ഐഫോൺ ഡേറ്റ ട്രാൻസ്ഫറിങ്ങിന് ഇനി സെലക്റ്റഡ് ആയിട്ടുള്ള മെസ്സേജുകൾ മാത്രമായിട്ട് നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുന്ന ചെറിയൊരു മാറ്റവും ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട്. 5 മാജിക് ട്രാക്ക് പാഡോ കീബോർഡോ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഈ ഒരു അപ്ഡേറ്റോടെ ഐഫോണിലും നമുക്ക് ഈ ആക്സസറീസ് കണക്ട് ചെയ്ത് യൂസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. ഇതിന് പുറമെ കുറച്ച് ഫീച്ചേഴ്സും ആപ്പിൾ ഈ ഒരു അപ്ഡേറ്റിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ആൻഡ് ബഗ് ഫീസുകളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ Type 2 സീരീസ് ഓപ്ഷനിൽ ലഭിക്കുന്ന സജഷൻസ് വീണ്ടും ആപ്പിൾ ഇതിൽ ഫിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആ സജഷൻസ് കീബോർഡ് വരുമ്പോഴേ ലഭിക്കുന്നതാണ്. 2 വാൾപേപ്പറിൻ്റെ ഡീസാച്ചുറേഷൻ, ലോക്ക് സ്ക്രീനിൽ നിന്ന് ഹോം സ്ക്രീനിലേക്ക് വരുമ്പോൾ വാൾപേപ്പേഴ്സ് ഡീസാച്ചുറേറ്റ് ആകുന്ന ഇഷ്യൂ ആപ്പിൾ ഈ ഒരു അപ്ഡേറ്റിൽ പരിഹരിച്ചിട്ടുണ്ട്. ഒപ്പം പെർഫോമൻസ്, ബാറ്ററി, നെറ്റ്വർക്ക്, ക്യാമറ ഇങ്ങനെയുള്ള കാര്യങ്ങളും ഇതിൽ അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം യൂട്യൂബ് വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സോ 26.5 അപ്ഡേറ്റ് നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ചും പ്രീവിയസ് അപ്ഡേറ്റിൽ എന്തെങ്കിലും തരത്തിലുള്ള ബഗ്ഗുകളോ പ്രോബ്ലംസോ ഇഷ്യൂസോ നിങ്ങളുടെ ഡിവൈസിൽ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നെങ്കിൽ iTunes ഉപയോഗിച്ചോ OTA ഓവർ ദെയർ അപ്ഡേറ്റോ ചെയ്യാവുന്നതാണ്. iTunes ഉപയോഗിച്ച് അപ്ഡേറ്റ് ചെയ്യുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ക്ലീൻ ആയിട്ട് നമുക്ക് OSനെ ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. അതെങ്ങനെ ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളും നമ്മുടെ യൂട്യൂബിൽ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. സോ ഡു ചെക്ക് ഇറ്റ് ഔട്ട്. ഇതോടൊപ്പം ആപ്പിൾ വാച്ചിലും മാക്ബുക്കിലും ആപ്പിൾ അപ്ഡേറ്റ്സുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. സോ അതിനെപ്പറ്റിയുള്ള വീഡിയോയും നമ്മൾ താമസിക്കാതെ ചെയ്യുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺ. ഇതുപോലത്തെ വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ആപ്പിൾ റിലേറ്റഡ് കണ്ടൻസിന് ഇന്ന് തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും യൂട്യൂബ് ചാനലും മറക്കാതെ ഫോളോ ചെയ്യുക.